നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആ മാന്ത്രിക സംഖ്യയിൽ വിജയ് എത്തി 118. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയ വിജയ് ഇനി തമിഴ്നാട് മുഖ്യമന്ത്രി. ചെറുപാർട്ടികളുടെ പിന്തുണയോടെയാണ് ഇപ്പോൾ ഭൂരിപക്ഷം ഉറപ്പിച്ചത്. ഇനി തമിഴ്നാട്ടിലെ ആദ്യ സഖ്യകക്ഷി സർക്കാരിനെ സൂപ്പർ താരം വിജയ് നയിക്കും. മന്ത്രിസഭയിൽ സഖ്യകക്ഷികൾക്കും പ്രാതിനിധ്യം ലഭിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. VCKയ്ക്ക് ഒരു മന്ത്രിസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നീ ഇടതുപക്ഷ പാർട്ടികൾക്കായി 2 സ്ഥാനങ്ങൾ മാറ്റിവെക്കുമെന്നും വിജയ് പറഞ്ഞു. DMKയുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് DVKയ്ക്ക് ഉപാധികളോടെ പിന്തുണ നൽകിയ കോൺഗ്രസിന് 2 മന്ത്രിസ്ഥാനം. നേരത്തെ DMK സഖ്യകക്ഷികളായിരുന്ന ഇവർക്ക് രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം സ്റ്റാലിൻ നൽകി. ഇതിനു പുറമെ 2 IUML MLAമാരിൽ ഒരാളുടെയും TTV ദിനകരൻ നയിക്കുന്ന അമ്മമക്കൾ മുന്നേറ്റ കഴകത്തിൻ്റെ ഏക MLAയുടെയും പിന്തുണ വിജയ് അവകാശപ്പെടുന്നു. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ് ഒറ്റയ്ക്ക് 108 സീറ്റുകൾ നേടി. DMK 51 സീറ്റുകളിലേക്ക് ഒതുങ്ങി. ADMKയ്ക്ക് ലഭിച്ചത് 47 സീറ്റുകൾ. ചെറുകക്ഷികളുടെ പിന്തുണയോടെ നിയമസഭയിൽ TVKയുടെ കരുത്ത് ഇപ്പോൾ 121. കേവല ഭൂരിപക്ഷമായ 118നേക്കാൾ 3 സീറ്റുകൾ കൂടുതൽ. TVK 108, കോൺഗ്രസ് 5, VCK 2, CPI 2, CPM 2, AMMK 1 എന്നിങ്ങനെയാണ് നിലവിലെ കണക്കുകൾ. വിജയ് ഭൂരിപക്ഷം തെളിയിച്ചതോടെ സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ അംഗബലമുണ്ട് എന്ന കാര്യത്തിൽ നേരത്തെ സംശയം പ്രകടിപ്പിച്ചിരുന്ന ഗവർണർ RV അർലേക്കറുമായുള്ള തർക്കം അവസാനിച്ചു. അധികാരത്തിൽ നിന്ന് വിജയിയെ പുറത്തു നിർത്താൻ DMK നേരത്തെ ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. അണ്ണാ DMKയോട് BJP ബന്ധം ഉപേക്ഷിച്ച് വരാൻ DMK ആവശ്യപ്പെട്ടിരുന്നു. വിജയ് മറ്റൊരു FGR ആകുമെന്ന ഭയമാണ് ഇത്തരം നീക്കങ്ങൾക്ക് DMKയെ പ്രേരിപ്പിച്ചത്. എടപ്പാടിയെ മുഖ്യമന്ത്രിയാക്കാൻ ദ്രാവിഡ പാർട്ടികൾ ഒരുമിക്കുന്ന കാഴ്ച ഇന്നലെ വൈകുന്നേരത്തോടെ കണ്ടു. എന്നാൽ അത്തരം നീക്കങ്ങളുണ്ടായാൽ 108 MLAമാരും രാജിവെക്കുമെന്ന് വിജയ് ഭീഷണിപ്പെടുത്തി. 2 വട്ടമാണ് സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം തെളിയിക്കാൻ TVKയ്ക്ക് കഴിഞ്ഞില്ല എന്ന് തമിഴ്നാട് ഗവർണർ വിജയോട് തന്നെ പറഞ്ഞത്. 118 പേരുടെ ഒപ്പുമായി തൻ്റെ അടുക്കലെത്താനാണ് ഗവർണർ 2 വട്ടം വിജയിയെ ഉപദേശിച്ചത്. 118 പേരുടെ പിന്തുണയുള്ള കത്തുമായി വരണമെന്ന് 2 വട്ടം ആവർത്തിച്ച തമിഴ്നാട് ഗവർണർ RV അർലേക്കർക്ക് മുന്നിൽ ഒടുവിൽ വിജയ് 121 പേരുടെ ലിസ്റ്റുമായി എത്തി. തമിഴക വെട്രിഘടകത്തിന് തമിഴ്നാട് CPMൻ്റെയും CPIയുടെയും പിന്തുണ ഉറപ്പിക്കാൻ കഴിഞ്ഞതോടെയാണ് മന്ത്രിസഭ രൂപീകരണത്തിനുള്ള പച്ചക്കൊടി കാട്ടിയത്. കഴിഞ്ഞ 3 ദിവസത്തിനിടയിൽ 3 കൂടിക്കാഴ്ചകളാണ് ഗവർണറുമായി വിജയ് നടത്തിയത്. BJP ബന്ധം ഉപേക്ഷിച്ചെത്തുന്ന അണ്ണാ DMKയോട് സർക്കാർ രൂപീകരിക്കാൻ DMK പിന്തുണ നൽകുമെന്ന് ഇന്നലെ അറിയിച്ചിരുന്നു. തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ ചതിവുകളും അതിനിടയിൽ നടന്നു. എല്ലാ കാലത്തും കോൺഗ്രസിനെ സഹായിച്ചിരുന്ന, കോൺഗ്രസിനൊപ്പം നിലയുറപ്പിച്ചിരുന്ന DMKയെ കോൺഗ്രസ് ചതിച്ചു. വിജയ് അധികാരത്തിലെത്തിയാൽ ADMK നേതാവ് MG രാമചന്ദ്രൻ തമിഴ്നാട്ടിൽ ശക്തി കേന്ദ്രമായതിനു സമാനമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടുമെന്ന ഭയമാണ് DMKയ്ക്ക്. വീണ്ടും DMKയ്ക്ക് അധികാരത്തിൽ തിരിച്ചെത്താൻ വലിയ തടസ്സങ്ങളുണ്ടാക്കും എന്ന് DMKയുടെ ഉദയനിധി സ്റ്റാലിൻ വിഭാഗം ഭയപ്പെടുന്നു. അതിജീവനത്തിന്റെ ഭാഗമായി DMKയുമായി ചർച്ച നടത്താൻ ADMKയും തയ്യാറായി. DMK പിന്തുണയോടെ അണ്ണാ DMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കങ്ങളാണ് ഇന്നലെയും ഇന്നുമായി നടന്നത്. എന്നാൽ എല്ലാ നീക്കങ്ങളും പൊളിച്ചുകൊണ്ട് തമിഴ്നാട്ടിലെ വിജയ് ഒടുവിലിത മുഖ്യമന്ത്രി കസേരയിലേക്ക്. ഇന്നലെ സത്യപ്രതിജ്ഞ കഴിയുന്നതുവരെ മുഖ്യമന്ത്രിക്കായുള്ള വാഹനവ്യൂഹം ഉപയോഗിക്കില്ല എന്ന് വിജയ് പ്രഖ്യാപിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം പ്രോട്ടോകോൾ അനുസരിച്ച് അനുവദിച്ച വാഹനവ്യൂഹം വേണ്ട എന്ന് വിജയ് ഗവർണറെ അറിയിച്ചു. 108 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ടും തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ കഴിയാതെ കുഴങ്ങി നിന്ന വിജയ് ഒടുവിൽ ത്രില്ലർ സിനിമകളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ സൂപ്പർ ക്ലൈമാക്സിൽ 50 വർഷത്തിലേറെ രാഷ്ട്രീയ വൈരികളായി കഴിഞ്ഞ DMK, അണ്ണാ DMK പാർട്ടികൾ വിജയ്ക്ക് മുന്നിൽ ഒരു വേള ഒരുമിച്ച് നിൽക്കാൻ പോലും തീരുമാനമെടുത്തിരുന്നു. ആദ്യം കോൺഗ്രസ്, പിന്നീട് CPM, ഒടുവിൽ CPI. 2 മന്ത്രിസ്ഥാനങ്ങൾക്ക് വേണ്ടി DMKയെ ചതിച്ചു. വല്ലാത്തൊരു കഥയിലൂടെയാണ് വിജയ് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാകുന്നത്. മുമ്പൊക്കെ 1 കോടി രൂപ കരുണാനിധിയുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്താൽ അവർക്ക് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഇടം പിടിക്കാൻ കഴിയും. പിന്നീട് തുക കൂടി 2 കോടി വരെ. ഒടുവിൽ ജയലളിതയുടെ കാലത്ത് ആ കോടികൾ 10 മടങ്ങായി.
എക്കാലത്തും മണി പവർ നയിച്ചിരുന്നു തമിഴ് രാഷ്ട്രീയത്തെ. ഭരണവർഗമെന്നത് വലിയൊരു എലീറ്റ് ക്ലാസ്സായി തമിഴ്നാട്ടിൽ തുടർന്നു. ഇളയ ദളപതി എന്നറിയപ്പെട്ടിരുന്ന ജോസഫ് വിജയ് ഇപ്പോൾ ദളപതിയായി തമിഴ്നാട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ അതൊരു വല്ലാത്ത കഥ തന്നെ. ആരൊക്കെയാണ് വിജയിക്കൊപ്പം നിയമസഭയിലേക്ക് കടന്നു വരുന്നത്? ഇറച്ചിവെട്ടുകാരനും പച്ചക്കറി കച്ചവടക്കാരനും മീൻകാരനും ഓട്ടോറിക്ഷ ഡ്രൈവറുമൊക്കെ. വലിയൊരു വിപ്ലവത്തിനാണ് തമിഴ്നാട് സാക്ഷ്യം വഹിക്കുന്നത്. വിദ്യാഭ്യാസ യോഗ്യതയോ തൊഴിലോ ഒന്നുമായിരുന്നില്ല സ്ഥാനാർത്ഥി നിർണയത്തിൽ വിജയിയുടെ മാനദണ്ഡം. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുള്ള പരിചയം, ആത്മാർത്ഥതയുള്ളവർ. അവർക്ക് മത്സരിക്കാനുള്ള ടീമിൽ വിജയ് ഇടം കൊടുത്തു. ഓരോ മണ്ഡലത്തിലും പ്രചരണത്തിന് വിജയ് എത്തുമ്പോൾ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ സ്ഥാനാർത്ഥികളുടെ പേര് ശ്രദ്ധിക്കേണ്ട, വിജയ് എന്ന തൻ്റെ പേര് മാത്രം ഓർത്താൽ മതി, നമ്മുടെ ചിഹ്നം അതുമാത്രം മനസ്സിൽ കരുതിയാൽ മതി. നിങ്ങളിവിടെ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമ്പോൾ ആ വോട്ട് യഥാർത്ഥത്തിൽ എനിക്കാണ് കിട്ടുന്നത്. 1 ഡസനോളം വരുന്ന സാധാരണക്കാരാണ് വിജയുടെ 108 എന്ന MLA-മാരുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അവർ തോൽപ്പിച്ചതാകട്ടെ തമിഴ് രാഷ്ട്രീയത്തിലെ വൻ തോക്കുകളെ. 2009 ജൂലൈ 6 പുതുക്കോട്ടയിൽ വെച്ച് വിജയ് തൻ്റെ ഫാൻസ് അസോസിയേഷനായ വിജയ് മക്കൾ ഇയക്കം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. വിജയുടെ ആരാധക കൂട്ടായ്മകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ നടത്തുകയായിരുന്നു ലക്ഷ്യം. പിന്നീട് ചിട്ടയോടെ പ്രവർത്തിച്ച 16 വർഷങ്ങൾ. ആ 16 വർഷങ്ങൾക്കൊടുവിൽ TVK എന്ന രാഷ്ട്രീയ പാർട്ടി തമിഴ് രാഷ്ട്രീയത്തിൽ ഇടം പിടിച്ചിരിക്കുന്നു. രജനീകാന്തും കമലഹാസനുമൊക്കെ നേതൃത്വം കൊടുത്ത ഫാൻസ് അസോസിയേഷനുകൾ നഗരത്തിൽ മാത്രം ഒതുങ്ങി നിന്നപ്പോൾ വിജയ് നഗരത്തിൻ്റെ തിരക്കുകൾക്കപ്പുറം ഗ്രാമങ്ങളിൽ തൻ്റെ ഫാൻസ് അസോസിയേഷനുകൾ നട്ടുനനച്ച് വളർത്തി. വിജയ് മക്കൾ ഇയക്കം തമിഴ്നാട്ടിലെ ഓരോ കുഗ്രാമത്തിലും യൂണിറ്റുകൾ സൃഷ്ടിച്ചു. 85,000-ലധികം യൂണിറ്റുകൾ. ഫാൻസ് അസോസിയേഷനിൽ മെമ്പർഷിപ്പ് എടുത്തത് 1.5 കോടിക്കും 2 കോടിക്കും ഇടയിലുള്ള ആളുകൾ. 18 മുതൽ 35 വയസ്സുവരെയുള്ള യുവത വിജയ് എന്ന നടനു കീഴിൽ അണിനിരന്നു. വിജയ് വിസിറ്റകം സൗജന്യ ഭക്ഷണശാലകളും വിജയ് പഠിപ്പകം സൗജന്യ ട്യൂഷൻ സെൻ്ററുകളുമൊക്കെ നാട്ടിൽ നടപ്പിലാക്കി. വർഷാവർഷം 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലുമൊക്കെ മികച്ച വിജയം നേടുന്ന വിദ്യാർത്ഥികളെ വിജയ് നേരിട്ട് കണ്ട് അനുമോദിക്കും. അവർക്ക് സമ്മാനങ്ങൾ കൈമാറും. അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ട പ്രോത്സാഹനം നടത്തും. ഇത് ജനങ്ങളെ ഹഠാത് 2021 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വിജയ് മക്കൾ ഇയക്കം സ്വതന്ത്രരായി മത്സരിച്ചു. 115-ലധികം സീറ്റുകൾ നേടി. ഇത് വിജയ് ഒരുക്കിയ ഒരു പരീക്ഷണ തന്ത്രം. തമിഴ്നാട്ടിൽ സ്വാധീനമുള്ള ഒരൊറ്റ നടന്മാരും ചെയ്യാൻ ഭയന്ന കാര്യങ്ങൾ വിജയ് പിന്നീട് ചെയ്തു. 2024 ഫെബ്രുവരിയിൽ തമിഴക വെട്രി കഴകം എന്ന രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് വിജയ് മറ്റൊരു പരീക്ഷണത്തിന് തമിഴ് രാഷ്ട്രീയത്തിൽ ഇടം കുറിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. വിജയുടെ TVK മത്സരിക്കുമെന്ന പൊതുപ്രതീതി സൃഷ്ടിക്കപ്പെട്ടിരുന്നു. എന്നാൽ പാർലമെൻറ്റിൽ താൻ മത്സരിക്കുന്നില്ല എന്ന നയപ്രഖ്യാപനത്തിലൂടെ വിജയ് മറ്റൊരു പരീക്ഷണത്തിന് മുതിർന്നു. ഈ കാലഘട്ടത്തിൽ പാർട്ടിയെ കെട്ടിപ്പടുത്ത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ് രാഷ്ട്രീയത്തിൽ തൻ്റെ സ്ഥാനമുറപ്പിക്കുക എന്ന വലിയ ലക്ഷ്യം. 2024-25 കാലഘട്ടത്തിൽ വലിയ മെമ്പർഷിപ്പ് ഡ്രൈവിനുള്ള ശ്രമങ്ങൾ വിജയ് തുടർന്നു. തമിഴ്നാട്ടിൻ്റെ ഓരോ മേഖലകൾ തിരിച്ചും വിജയ് പര്യടനങ്ങൾ തുടങ്ങി. പാർട്ടിയുടെ നയങ്ങളും പതാകയുമൊക്കെ ഔദ്യോഗികമായി പുറത്തിറക്കുന്നതിന് മുൻപ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പക്വതയില്ലായ്മയാകും എന്ന് വിജയ് തിരിച്ചറിഞ്ഞിരുന്നു. ഒരു വലിയ ടീമിനെ വാർത്തെടുത്തുകൊണ്ട് 2026 തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഒരു ജൈൻ കില്ലറായി വിജയ് എത്തി. വിജയ്ക്കൊപ്പം പ്രശാന്ത് കിഷോർ എന്ന തന്ത്രജ്ഞൻ. പ്രശാന്ത് കിഷോറിൻ്റെ ഉപദേശങ്ങൾ TVKയ്ക്ക് കരുത്തു പകർന്നു. ഒരു വിജയ് തരംഗമുണ്ടാകുമെന്ന് പ്രശാന്ത് കിഷോർ പ്രവചിച്ചു. പ്രശാന്ത് കിഷോറിനൊപ്പം ജോൺ ആരോഗ്യസ്വാമി എന്ന രാഷ്ട്രീയ ഉപദേശകൻ. TVK സെക്രട്ടറി ബുസി ആനന്ദിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ. വിജയ് മക്കൾ ഇയക്കം അങ്ങനെ വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായി പരിവർത്തനം ചെയ്തു. പിന്നീട് വിജയുടെ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് നിരവധി പ്രഗത്ഭർ ഒഴുകിയെത്തി. ഇതോടെ വിജയ് ഉറപ്പിച്ചു തമിഴ്നാട് താൻ കൈയടക്കുമെന്ന്. ഒടുവിൽ ഫലം വരുമ്പോൾ വിജയ് തമിഴ്നാടിനെ മാത്രമല്ല ഇന്ത്യയെ അത്ഭുതപ്പെടുത്തി. മധുര സെൻട്രലിൽ അത്ഭുതം വിരിയിച്ചുകൊണ്ടുള്ള ചില നീക്കങ്ങൾ. DMKയുടെ കരുത്തനായ നേതാവും മുൻ ധനമന്ത്രിയുമായ പളനിവേൽ ത്യാഗരാജനെ പരാജയപ്പെടുത്തി TVK സ്ഥാനാർത്ഥി മാധർ ബദുറുദ്ദീൻ മണ്ഡലം പിടിച്ചെടുത്തു. ബദുറുദ്ദീൻ്റെ തൊഴിൽ ഇറച്ചിവിട്ട്. വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ്.
മധുര സ്വദേശിയാണ് മാധർ. രാജ്യാന്തര തലത്തിൽ അംഗീകരിക്കപ്പെട്ട വിദേശ സർവകലാശാലകളിൽ നിന്ന് ഡോക്ടറേറ്റുള്ള പളനിമേൽ ത്യാഗരാജനെ കെട്ടുകെട്ടിച്ചത് വെറുമൊരു സാധാരണക്കാരൻ. വിജയ് മക്കൾ ഇയക്കത്തിലൂടെയാണ് ബാദർ ബദറുദ്ദീൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്. നേരത്തെ തന്നെ വിജയ് ആ യുവാവിനെ ശ്രദ്ധിച്ചിരുന്നു. രാഷ്ട്രീയത്തിലെത്തുന്നതിന് മുൻപ് ലോകപ്രശസ്ത ധനകാര്യ സ്ഥാപനങ്ങളിൽ PTR ഉയർന്ന പദവികൾ വഹിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ MIT സ്ലോൺ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ MBA, എഞ്ചിനീയറിംഗിൽ PhD, അമേരിക്കയിലെ പ്രശസ്തമായ ലേമാൻ ബ്രദേഴ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കർ. അവിടെ നിന്നാണ് പളനിമേൽ ത്യാഗരാജൻ തമിഴ്നാട് രാഷ്ട്രീയത്തിലിറങ്ങിയത്. തമിഴ് ധനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ PTR നടത്തിയ പരിഷ്കാരങ്ങൾ ദേശീയ അന്തർദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. എന്നാൽ ഒരു സാധാരണക്കാരനായ ഇറച്ചിവിട്ടുകാരന് മുന്നിൽ പളനിമേൽ ത്യാഗരാജൻ വീണു. 19,128 വോട്ടുകളുടെ വലിയ വ്യത്യാസത്തിലാണ് ആ മുൻ ധനകാര്യമന്ത്രി വീണത്. തമിഴ് രാഷ്ട്രീയത്തിലെ വമ്പൻ സ്രാവുകളിൽ ഒരാളായ ത്യാഗരാജൻ ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനാൽ വീഴുന്നു. ഇത്തരം നിരവധി അട്ടിമറികളാണ് നമ്മൾ തമിഴ്നാട്ടിൽ കണ്ടത്. ചെന്നൈയിലെ റോയപുരം മണ്ഡലത്തിൽ നിന്ന് വിജയ് ധാമു എന്ന ഓട്ടോ ഡ്രൈവർ DVKയുടെ ബാനറിൽ ജയിച്ചത് വലിയ ചർച്ചയാകുന്നു. 10ാം ക്ലാസ് പൂർത്തിയാക്കാൻ കഴിയാത്ത 8ാം ക്ലാസ് വരെ പഠിച്ച ഒരു സ്ഥാനാർത്ഥി. DVK രൂപീകരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം പരിഗണിച്ചാണ് റോയപുരത്ത് മത്സരിക്കാൻ വിജയ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത്. കൂടെ നടക്കുന്നവർ അടിമകളാണ് എന്ന ധാരണയായിരുന്നു ഇന്നലകളിൽ തമിഴ് രാഷ്ട്രീയത്തിലെ നേതൃത്വത്തിന്. അവർ തങ്ങൾക്ക് മുൻപിൽ സാഷ്ടാംഗം വീണ് നമിക്കുന്ന അടിമകളായ അണികളെ കണ്ടു. വിജയുടെ ഡ്രൈവറുടെ മകൻ R ശബരിനാഥൻ വിരുകുംപാക്കം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി. സാധാരണക്കാരായ യുവാക്കൾക്ക് രാഷ്ട്രീയത്തിൽ ഇടം നൽകുന്ന പാർട്ടി എന്ന പേരങ്ങനെ TVKയ്ക്ക് സ്വന്തം. വിജയുടെ വ്യക്തിഗത ഡ്രൈവറും ഇപ്പോൾ പേഴ്സണൽ അസിസ്റ്റൻറ്റുമായ രാജേന്ദ്രൻ്റെ മകനാണ് ശബരിനാഥൻ. രാജേന്ദ്രൻ 35 വർഷമായി വിജയ്ക്കൊപ്പമുണ്ട്. വിജയുടെ ആദ്യ സിനിമയായ നാളെ തീർപ്പ് മുതൽ അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ വിശ്വസ്തൻ. ശബരിനാഥൻ 1 വയസ്സുള്ളപ്പോൾ മുതൽ വിജയെ നേരിട്ടറിയാം. ഒടുവിൽ ശബരിനാഥന് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോൾ അവൻ്റെ അച്ഛൻ വിജയുടെ മുന്നിൽ പൊട്ടിക്കരയുന്നു. രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുൻപ് ശബരിനാഥൻ വിജയ് മക്കൾ ഇയക്കത്തിൻ്റെ വിരുകപ്പാക്കം യൂണിറ്റിൽ പ്രവർത്തിച്ചു. ദളിതർക്കും വനിതകൾക്കുമൊക്കെ ഇഷ്ടം പോലെ സീറ്റുകൾ വാരിക്കോരിക്കൊടുത്തു TVK. തമിഴ്നാട് നിയമസഭയിൽ ഏറ്റവുമധികം സ്ത്രീ പ്രതിനിധികളുള്ളത് വിജയുടെ പാർട്ടിക്ക്. തമിഴ് രാഷ്ട്രീയത്തിലെ ജെയിൻ കില്ലർ എന്നറിയപ്പെടുന്ന ബാബു തകർത്തത് സ്റ്റാലിൻ്റെ സ്വപ്നങ്ങൾ മാത്രമല്ല, സ്റ്റാലിനെ മത്സരഗോതയിൽ മലർത്തിയടിച്ചു. മുൻപ് സ്റ്റാലിൻ്റെ അതിവിശ്വസ്തരിൽ ഒരാളായിരുന്നു ബാബു. DMKയുടെ നോർത്ത് ചെന്നൈ ജില്ലാ സെക്രട്ടറി. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുരസൈവക്കം മണ്ഡലത്തിൽ നിന്ന് DMK സ്ഥാനാർത്ഥിയായി മത്സരിച്ച് നിയമസഭയിൽ. 2011 സ്റ്റാലിൻ കൊളത്തൂർ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെ ചുക്കാൻ പിടിച്ചത് ബാബു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ സ്റ്റാലിൻ ചെറിയ ഭൂരിപക്ഷത്തിന് മാത്രം ജയിച്ചതിനെ തുടർന്ന് ബാബുവിനെതിരെ ശകാരം, പാർട്ടിയിൽ നിന്ന് പുറത്താക്കൽ, ശിക്ഷാ നടപടികൾ. തുടർന്ന് DMK വിട്ട അദ്ദേഹം AIADMKയിലെത്തി. അവിടെ നിന്ന് വിജയുടെ രാഷ്ട്രീയ കക്ഷിയിൽ. ഒടുവിലിത മുൻ മുഖ്യമന്ത്രിയായിരുന്ന സ്റ്റാലിനെ 8,795 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് അദ്ദേഹം തകർത്തെറിഞ്ഞു. വിജയ് മറ്റൊരു വിജയഗാഥയാണ് തമിഴ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. MG രാമചന്ദ്രൻ്റെ ശൈലിയല്ല വിജയുടെ ശൈലി. വിജയ് എന്ന ഇളയ ദളപതി ജനങ്ങൾക്കൊപ്പം അവരിൽ ഒരാളായി നിൽക്കുന്നു. തമിഴ്നാടിനെ സംബന്ധിച്ച് ഇതൊരു സുന്ദര കാഴ്ചയാണ്. സാധാരണക്കാരിൽ തങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരാൾ ഇതാ മുഖ്യമന്ത്രി കസേരയിലേക്ക് നടന്നു കയറുന്നു. അതും ഒരു സിനിമ സ്റ്റൈൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.